Namaskaram dear students, welcome back to online video class of Science to Tracking. So, we last class female reproductive system discuss. Today we are going to discuss about the process gametogenesis. What is gametogenesis? Genesis means formation, like production. Formation of gametes form ചെയ്യുന്ന gametes produce ചെയ്യുന്ന പ്രക്രിയയ്ക്ക് പറയുന്നവരാണ് gametogenesis. The process of formation of gametes is called gametogenesis. ഞാൻ ഈ gametogenesisനെ രണ്ടായിട്ട് അങ്ങ് ക്ലാസിഫൈ ചെയ്യുകയാണ്. എന്തൊക്കെ? മെയിൽ gametogenesis എന്നും ഫീമെയിൽ gametogenesis രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, സോ gametogenesis രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെ? മെയിൽ gametogenesis എന്നും ഫീമെയിൽ gametogenesis എന്നും. എന്താ മെയിൽ gametogenesis? പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മെയിൽ gamete. Female gametogenesis means process of formation of female gamete. What's the name of male gamete? Sperm. So male gametogenesis means process of formation of sperm, and that process is called spermatogenesis. The process of formation of male gamete called sperm is called spermatogenesis. So male gametogenesis ന്റെ പേര് spermatogenesis. എന്താ ഫീമെയിൽ ഗാമീറ്റിന്റെ പേര്? ഓവം. ഓവത്തിന്റെ ഫോർമേഷൻ, ഓവത്തിന്റെ പ്രൊഡക്ഷൻ പറയുന്ന പേര് oogenesis. എന്താ? oogenesis. അപ്പം മെയിൽ ഗാമറ്റോജനസിന്റെ പേര് spermatogenesis, ഫീമെയിൽ ഗാമറ്റോജനസിന്റെ പേര് oogenesis. Process of formation of sperm is called spermatogenesis. Process of formation of ovum is called oogenesis. First of all, about spermatogenesis, that is male gametogenesis. So നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? Spermatogenesis. Process of formation of male gamete called sperm is called spermatogenesis. ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എപ്പോഴാണ് സ്പെർമറ്റോജനസ് ആരംഭിക്കുന്നത്? ഒരു മെയിലിലെ സ്പെർമറ്റോജനസ് ആരംഭിക്കുന്ന എപ്പോഴാണ്? സ്പെർമറ്റോജനസിസ് സ്റ്റാർട്ട്സ് അറ്റ് പ്യൂബർട്ടി. ഒരു മെയിൽ ചൈൽഡ് പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുമ്പോഴാണ് സ്പെർമറ്റോജനസ് ആരംഭിക്കുന്നത്. പ്യൂബർട്ടി എന്ന് പറയുന്നത് 12 to 13 years ഓഫ് ഏജിലാണ് അറ്റൈൻ ചെയ്യുന്നത്. ഒരു മെയിൽ ചൈൽഡ് 12-13 വയസ്സ് എത്തുമ്പോൾ പ്യൂബർട്ടി അറ്റൈൻ ചെയ്യും. ആ പ്യൂബർട്ടിയിലാണ് എന്ത് ആരംഭിക്കുന്നത്? സ്പെർമറ്റോജനസിസ് ആരംഭിക്കുന്നത്. സോ spermatogenesis starts at the onset of puberty. Onset എന്ന് വെച്ചാൽ ആരംഭം. പ്യൂബർട്ടിയുടെ ആരംഭത്തിലാണ് എന്ത് തുടങ്ങുന്നത്? സ്പെർമറ്റോജനസിസ്. അപ്പോൾ പ്യൂബർട്ടിയുടെ ഒരു ചെറിയ മാർക്കറ്റ് ഡിഫറൻഷിയേഷൻ ആണ്, അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ തന്നെയാണ് എന്ത്? സ്പെർമറ്റോജനസിസ്. പ്യൂബർട്ടി എത്തി എന്ന് പറഞ്ഞാൽ സ്പെർമറ്റോജനസിസ് ആരംഭിച്ചു എന്നുള്ളതാണ് അതിന്റെ ഒരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. സോ സ്പെർമറ്റോജനസിസ് സ്റ്റാർട്ട്സ് അറ്റ് പ്യൂബർട്ടി. എങ്ങനെ അതിന്റെ മെക്കാനിസം എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു ടെസ്റ്റിസിനകത്ത് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഒന്നും വിളിച്ചു ഓർമ്മയുണ്ടല്ലോ. ടെസ്റ്റിസിനകത്ത് ടെസ്റ്റിക്കുലർ ലോബ്യൂളിൽ ട്യൂബുലാർ സ്ട്രക്ചർ ഉണ്ട്, സെമിനിഫറസ് ട്യൂബ്യൂൾ. ഇതിന്റെ അകത്ത വാളില്, ഈ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ അകത്ത വാളില് 2 തരം സെൽസ് ഉണ്ടെന്ന് പഠിച്ചു ഓർമ്മയുണ്ടോ? എന്തൊക്കെയാ? സ്മോൾ ക്യൂബോയിഡൽ സെൽസ് വിളിക്കുന്ന പേര് മെയിൽ ജെം സെൽസ് ഓർ സ്പെർമറ്റോഗോണിയ, ആൻഡ് ദ ലാർജ് ഇറഗുലർ സെൽസ് ആർ കോൾഡ് സെർട്ടോഡി സെൽസ്. സ്മോൾ ക്യൂബോയിഡൽ സെൽസിന്റെ പേര് മെയിൽ ജെം സെൽസ്, ലാർജ് ഇറഗുലർ സെൽസിന്റെ പേര് സെർട്ടോഡി സെൽസ്. ഇതിൽ മെയിൽ ജെം സെൽസ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പഠിച്ചു? സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നത് പഠിച്ചു. അപ്പൊ സ്പേമിന്റെ മദർ സെൽസ് ആണ് ആരെന്ന് പറയുന്ന മെയിൽ ജെം സെൽസ് ഓർ സ്പെർമറ്റോഗോണിയ. ഇവര് ആ ഒരു മെയിൽ ചൈൽഡ് പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്ന വരെ ഇവര് റെസ്റ്റിലാണ്. ഇവരിൽ ഒരു മാറ്റം നടക്കുന്നത്, ഒരു ഡിവിഷനും ഇല്ല. ആ സ്പെർമറ്റോഗോണിയയിൽ മാറ്റങ്ങൾ നടക്കാൻ പോകുന്നത് എപ്പോഴാണ്? പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുമ്പോഴാണ്. നോക്കാം, ഇതാണ് ഒരു സ്പെർമറ്റോഗോണിയ എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മെയിൽ ജെം സെൽ. ഇതൊരു മെയിൽ ജെം സെൽ, അല്ലെങ്കിൽ എന്ത് വിളിക്കാം? സ്പെർമാറ്റോഗോണിയ. ഒരു മെയിൽ ജെം സെൽ എന്ത് വിളിക്കാം? സ്പെർമാറ്റോഗോണിയ. ഇത് ഡിപ്ലോയിഡ് ആണ്. ഈ സെമിനിഫറസ് ട്യൂബിലകത്തിരിക്കുന്ന സെൽസ് എല്ലാം എന്താണ്? ഡിപ്ലോയിഡ്. കാരണം അതെല്ലാം ഉണ്ടായത് മൈറ്റോട്ടിക് ഡിവിഷൻ വഴിയാണ്. സൈഗോട്ട് എന്ന് ഡിവൈഡ് ചെയ്തുണ്ടായ സെൽസ് ആണ്. അപ്പൊ അതെല്ലാം ഡിപ്ലോയിഡ് ആണ്. ഇത് ഓരോ സ്പെർമാറ്റോഗോണിയും ഡിപ്ലോയിഡ് ആണ്. അതിനകത്ത് ഡിപ്ലോയിഡ് നമ്മൾ സൂചിപ്പിക്കുന്നത് 2n കൊണ്ടാണ്. 2 സെറ്റ് ഓഫ് ക്രോമസോം, 46 ക്രോമസോം ഉണ്ട്. ഈ സ്പെർമറ്റോഗോണിയ അല്ലെങ്കിൽ മെയിൽ ജെം സെൽ പ്യൂബർട്ടി എത്തുമ്പോൾ നടക്കുന്ന മാറ്റം, ഇറ്റ് അണ്ടർഗോ റിപ്പീറ്റഡ് മൈറ്റോട്ടിക് ഡിവിഷൻ.
എന്തിന് വിധേയമാവും? നിരന്തരം ഇങ്ങനെ മൈറ്റോസിന് വിധേയമാകും. ഇങ്ങനെ നിരന്തരം മൈറ്റോസിന് വിധേയമായി ലാർജ് നമ്പറിൽ എന്തുണ്ടാവും? മൈറ്റോസിന് വിധേയമാകുമ്പോഴും ഉണ്ടാവുന്ന സെൽസിന് പറയുന്ന പേരെന്ത് തന്നെ? സ്പെർമാറ്റോഗോണിയ. ധാരാളം ധാരാളം എന്തുണ്ടായി? സ്പെർമാറ്റോഗോണിയ. ഈ പിക്ചർ പഠിച്ചോളെ, ഈ ഡയഗ്രാം നല്ലതുപോലെ ഒബ്സർവ് ചെയ്യണം. അപ്പൊ എന്താ, ഒരു മെയിൽ ചൈൽഡ് പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുമ്പോൾ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ഭിത്തിയിലുള്ള ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പെർമാറ്റോഗോണിയ അല്ലെങ്കിൽ മെയിൽ ജെൻസസ് നിരന്തരം മൈറ്റോസിന് വിധേയമായിട്ട് ലാർജ് നമ്പറിൽ എന്തുണ്ടായി? സ്പെർമാറ്റോഗോണിയ. ഇത് ഡിവൈഡ് ചെയ്ത് രണ്ടായി, ഇത് ഓരോന്ന് ഡിവൈഡ് ചെയ്ത് രണ്ടായി, ഇത് ഡിവൈഡ് ചെയ്ത് രണ്ടായി. ഇപ്പൊ ധാരാളം എന്തുണ്ടായിക്കൊണ്ടേ ഇരിക്കുക? സ്പെർമാറ്റോഗോണിയ ഉണ്ടായി. ഡിപ്ലോയിഡ് ആയിട്ടുള്ള ധാരാളം സ്പെർമാറ്റോഗോണിയ സെമിനിഫറസ് ട്യൂബ്യൂളിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഉണ്ടാകുന്ന സ്പെർമാറ്റോഗോണിയൽ സെൽസിൽ ചില സ്പെർമാറ്റോഗോണിയൽ, ശ്രദ്ധിച്ചേക്കുക, സം ഓഫ് ദി സ്പെർമാറ്റോഗോണിയൽ സെൽസ് സ്റ്റോപ്സ് ഇറ്റ്സ് മൈറ്റോ ഡിവിഷൻ. അപ്പൊ ഇവരെല്ലാവരും ഇങ്ങനെ മൈറ്റോ ഡിവിഷൻ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതും ഡിവൈഡ് ചെയ്യും, ഇത് ഡിവൈഡ് ചെയ്യും, ഇത് ഡിവൈഡ് ചെയ്യും, എല്ലാത്തിനും ഡിവൈഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതിൽ ചില സ്പെർമാറ്റോഗോണിയൽ സെൽസ് അതിന്റെ മൈറ്റോ ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ സ്പെർമാറ്റോഗോണിയൽ സെൽസിനെ എടുത്തു, എന്ത് ചെയ്തു? അത് അതിന്റെ മൈറ്റോട്ടിക് ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്തു. മൈറ്റോട്ടിക് ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് അത് എന്തിന് വിധേയമാകാൻ ശ്രമിക്കും? മിയോസിസിലോട്ട് കടക്കാൻ ശ്രമിക്കും. മൈറ്റോട്ടിക് ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് എന്തിലോട്ട് എൻ്റർ ചെയ്യും? മിയോസിലോട്ട് എൻ്റർ ചെയ്യും. അങ്ങനെ മിയോസിലോട്ട് എൻ്റർ ചെയ്യുന്ന ആ മൈറ്റോട്ടിക് ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്ത് മിയോസിസിലോട്ട് കടക്കാൻ പോകുന്ന ആ സ്പെർമാറ്റോഗോണിയക്ക് ഞാൻ ഒരു പേര് വിളിക്കുന്നു പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. വളരെ വളരെ ഇമ്പോർട്ടന്റ്, ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നു. സോ എന്താ പറഞ്ഞേ? At puberty, each diploid spermatogonial cells undergo repeated mitotic division to produce large number of spermatogonia. And some of the spermatogonial cells stops its mitotic division and enter into meiosis. And such spermatogonial cells are called primary spermatocyte. അപ്പോൾ ഇതൊരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആണ്. മൈറ്റോട്ടിക് ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്ത സ്പെർമാറ്റോഗോണിയ കോൾഡ് ആസ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. ഇത് എന്തിന് വിധേയമാകാൻ പോവുകയാണ്? മിയോസിസ്. ദാറ്റ് അണ്ടർഗോ മിയോസിസ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, മിയോസിസ് രണ്ട് ഫേസിലായിട്ടാണ് നടക്കുന്നത്. മിയോസിസ് ഫസ്റ്റും മിയോസിസ് സെക്കൻഡും. സോ ആദ്യം എന്താ നടക്കുന്നത്? മിയോസിസ് ഫസ്റ്റ്. മിയോസിസ് ഫസ്റ്റ് കഴിയുമ്പോൾ പാരന്റ് സെല്ലിൽ നിന്ന് രണ്ട് ഡോട്ടർ സെൽ. അപ്പൊ ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് മിയോസിസ് ഫസ്റ്റ് കഴിയുമ്പോൾ എത്ര എണ്ണം ഉണ്ടാവും? രണ്ട് ഡോട്ടർ സെൽ അല്ലെ? എന്റെ ക്വസ്റ്റ്യൻ, ഇവർ ഹാപ്ലോയിഡ് ആണോ ഡിപ്ലോയിഡ് ആണോ? ദാറ്റ് ഈസ് ഹാപ്ലോയിഡ്. മിയോസിസ് ഫസ്റ്റ് കഴിയുമ്പോൾ തന്നെ ക്രോമസോം നമ്പർ നേരെ പകുതിയാവും. അതായത് 2n ആയിട്ടുള്ള പ്രൈമറി ഡിപ്ലോയിഡ് ആയിട്ടുള്ള പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് മിയോസിസ് ഫസ്റ്റ് കഴിയുമ്പോൾ എന്താവും? രണ്ട് ഹാപ്ലോയിഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നേ. രണ്ട് ഹാപ്ലോയിഡ്. ഈ ഉണ്ടായ മിയോസിസ് ഫസ്റ്റ് കഴിയുമ്പോൾ ഉണ്ടായ ഓരോ ഹാപ്ലോയിഡ് സെൽസിനും നമ്മളൊരു പേര് വിളിക്കും. എന്ത് വിളിക്കാം നമുക്ക്? സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്. എന്താ പേര്? സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്. ഈച്ച് ഡിപ്ലോയിഡ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് undergo meiosis first to produce two equal haploid. രണ്ട് ഈക്വൽ ആയിട്ടുള്ള ഹാപ്ലോയിഡ് സെൽസ് വിളിക്കുന്ന പേര് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്. ഓക്കെ, ഇനി ഈ ഓരോ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റും എന്തിന് വിധേയമാകും? അണ്ടർഗോ മിയോസിസ് സെക്കൻഡ്. എന്തിന് വിധേയമായി? മിയോസിസ് സെക്കൻഡ്. അപ്പൊ ഓരോന്നിനും രണ്ട് വീതം. ഓരോ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിൽ നിന്നും രണ്ട് വീതം സെൽസ് ഉണ്ടാവും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, മിയോസിസ് സെക്കൻഡ് ഈസ് സിമിലർ ടു മൈറ്റോസിസ്. മിയോസിസ് സെക്കൻഡ് എന്തിന് തുല്യമാണ്? മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ മിയോസിസ് സെക്കൻഡ് ക്രോമസോം നമ്പറിൽ യാതൊരു മാറ്റവും ഇല്ല. ക്രോമസോം നമ്പർ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ മിയോസിസ് ഫസ്റ്റിന്റെ ഫലമായിട്ട് ഉണ്ടായ സെൽസിൽ ക്രോമസോം നമ്പർ എത്രയാണോ അതിന്റെ അതേ ക്രോമസോം നമ്പർ തന്നെയായിരിക്കും മിയോസിസ് സെക്കൻഡ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഡോട്ടർ സെൽസിലും. അപ്പൊ ഇതിന്റെ ക്രോമസോം നമ്പർ എത്ര? N. മിയോസിസ് സെക്കൻഡ് ഈസ് സിമിലർ ടു മൈറ്റോസിസ്. ഈ ഉണ്ടായ ഓരോ ഡോട്ടർ സെൽസിനും ഞാൻ ഒരു പേര് വിളിക്കുന്നു. ദാറ്റ് ഈസ് കോൾഡ് സ്പെർമാറ്റിക്സ്. What is it called? It is called spermatids. ഓരോ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റും മിയോസിസ് സെക്കൻഡിന് വിധേയമാകുമ്പോൾ ഉണ്ടാവുന്ന ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഓരോ ഡോട്ടർ സെൽസിനും പറയുന്ന പേരെന്താ? സ്പെർമാറ്റിക്സ്. എന്താ പേര്? സ്പെർമാറ്റിക്സ്.
ഓക്കെ, അപ്പൊ ഇവിടെ എത്ര സ്പെർമാറ്റിഡ് ഉണ്ടായി? 4 ഹാപ്ലോയിഡ് സ്പെർമാറ്റിഡ് ഉണ്ടായി. അപ്പൊ ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? മൈറ്റോട്ടിക് ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്ത സ്പെർമാറ്റോഗോണിക്ക് പറയുന്ന പേരാണ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. ബാക്കി ഇവരൊക്കെ മൈറ്റോ ഡിവിഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇവരും ഈ സെല്ല് മൈറ്റോ ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ നമ്മൾ പേരിട്ടു പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. അത് മിയോസിസ് ഫസ്റ്റ് വിധേയമായപ്പോൾ 2 ഹാപ്ലോയിഡ് ഈക്വൽ സെൽസ് ഉണ്ടായി, പേരിട്ടു സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്. ഓരോ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റും മിയോസിസ് സെക്കൻഡ് വിധേയമായപ്പോൾ 4 ഓരോന്നിനും 2 വീതം, അങ്ങനെ മൊത്തം 4 ഈക്വൽ ഹാപ്ലോയിഡ് സെൽസ് ഉണ്ടായി, വിളിക്കുന്ന പേര് സ്പെർമാറ്റിഡ്സ്. അപ്പോൾ ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 4 സ്പെർമാറ്റിഡ്, അല്ലെങ്കിൽ ഒരു സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് എത്ര സ്പെർമാറ്റിഡ് എന്ന് വെച്ചാൽ 2 എണ്ണം. ക്വസ്റ്റ്യൻ കേട്ടൊക്കെ ആൻസർ ചെയ്യാം പരീക്ഷയ്ക്ക്. ഒരു സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 2 സ്പെർമാറ്റിഡ്, എന്നാൽ ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് എത്ര സ്പെർമാറ്റിഡ് എന്ന് വെച്ചാൽ 4 എണ്ണം. ഓക്കെ, ക്ലിയർ ആക്കുക. ഇവിടെ 4 സ്പെർമാറ്റിഡ്സ് ഉണ്ടായി. നോക്ക്, നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കിന്റെ പേര് സ്പെർമാറ്റോജനസിസ് എന്നാണ്, പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് സ്പേം എന്നാണ്. എന്നാൽ ഇവിടെ ഉണ്ടായ സ്ഥാനത്തിന്റെ പേര് സ്പെർമാറ്റിഡ് എന്നാണ്. അപ്പോൾ ഈ സ്പെർമാറ്റിഡ് ഇനി എന്തായി മാറണം? സ്പേമായി മാറണം. ഇനി ഉണ്ടായ ഈ ഓരോ സ്പെർമാറ്റിഡ്സും നടക്കുന്ന കാര്യം, ഇറ്റ് അണ്ടർഗോസ് സം കൺഫർമേഷൻ ഓഫ് ചേഞ്ചസ്, കുറച്ച് കെമിക്കൽ ചേഞ്ചസ് വിധേയമാവും. നിങ്ങൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് സ്പേമിന്റെ സ്ട്രക്ചർ, തലയും വാലും ഒക്കെ ഉണ്ട്. സ്പേമിന് മൂവ് ചെയ്ത് പോകാനുള്ള വാലൊക്കെ ഉണ്ട്, തലയൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു സ്ട്രക്ചർ അല്ല ഇപ്പോൾ ഉണ്ടായത്. കറക്റ്റ് റൗണ്ട് ഷേപ്പിലുള്ള ഒരു സെല്ലാണ് ഉണ്ടായത്. അപ്പോൾ ഈ സ്പെർമാറ്റിൽ ഇനി കുറച്ച് മാറ്റങ്ങൾ നടക്കാനായിട്ടുണ്ട്. ഈ സ്പെർമാറ്റിഡ്സ് കുറച്ച് മാറ്റങ്ങൾക്ക് വിധേയമായി, കുറച്ച് കൺഫർമേഷണൽ ചേഞ്ചസിന് വിധേയമായിട്ട് അത് എന്തായി മാറും? തലയും വാലോടും കൂടിയ ഒരു സ്പേമായി മാറും. കണ്ടോ? ഓക്കെ, each spermatid undergoes some conformational changes and transform into sperm. Spermine വേറെ പേരുണ്ട് കേട്ടോ. Sperm is also called spermatozoa എന്ന് പറയും. സ്പെർമിന് വേറെ പേരാണ് സ്പെർമാറ്റോസോവ. ഇങ്ങനെ ഓരോ സ്പെർമാറ്റിഡും ഒരു സ്പേമായി മാറുന്ന ഈ പ്രോസസ്, ഈ കൺഫോർമേഷണൽ ചേഞ്ചസിന് പറയുന്ന പേരാണ് സ്പെർമിയോജനസിസ്. എന്താ ഈ പ്രോസസ്സിന്റെ പേര്? സ്പെർമിയോജനസിസ്. ധാരാളം വേർഡുകൾ പഠിക്കുകയാണെങ്കിൽ ധാരാളം ടേംസ് പഠിക്കുന്നു. വാട്ട് ഈസ് സ്പെർമിയോജനസിസ്? The process of transformation of spermatids into sperm. സ്പെർമാറ്റിഡ് സ്പേമായി മാറുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്? സ്പെർമിയോജനസിസ്. The process of transformation, ഒന്ന് വേറൊന്നായി മാറുക, ട്രാൻസ്ഫോർമേഷൻ ഓഫ് spermatids into sperm is called spermiogenesis. Okay, അപ്പോൾ സ്പേം പ്രൊഡക്ഷൻ കംപ്ലീറ്റ്, സ്പെർമാറ്റോജനസിസ് കംപ്ലീറ്റ് ആയി. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഇപ്പൊ സ്പേം ഉണ്ടായില്ലേ? അപ്പൊ ഈ ഇരിക്കുന്ന സ്പെർമാറ്റോഗോണിയൽ സെൽസ് നിന്നാണ് സ്പേം ഉണ്ടായി വന്നത്. ഈ സ്പേം ഉണ്ടായ സ്പേംസ് ഉടനെ അവിടെ നിന്ന് റിലീസ് ആവത്തില്ല. ഈ ഉണ്ടാവുന്ന സ്പേംസ് ഇമ്മച്വർ സ്പേം ആണ്. ഇത്തിരി മൂവ് ചെയ്യാനുള്ള കഴിവൊന്നുമില്ല. വാലൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഉണ്ടായ ഉടനെ ഉണ്ടായതേ ഉള്ളൂ. അതൊരു ശിശു ആണ്, ഒരു ചൈൽഡ് സ്പേം ആണെന്നൊക്കെ പറയാം. അപ്പൊ അതിന് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിന് കുറച്ച് എനർജി വേണം. അതിനുവേണ്ടി ഈ ഉണ്ടായ സ്പേം എന്ത് ചെയ്യുന്ന അറിയുമോ? നേരെ അതിന്റെ തല എടുത്ത് എവിടെ കയറ്റി വയ്ക്കും? ഈ സെർട്ടോളി സെൽസിനകത്തോട്ട് കയറ്റി. നമ്മൾ സെർട്ടോളി സെൽസ് പഠിച്ചു ഓർമ്മയുണ്ടോ? എന്താ സെർട്ടോളി സെൽസിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുക, എനർജി പ്രൊവൈഡ് ചെയ്യുക, ന്യൂട്രിയൻസ് കൊടുക്കുക, അല്ലെ, നരിഷ്മെന്റ് കൊടുക്കുക. അപ്പൊ ഈ ഉണ്ടായ സ്പേം സെൽസ് നേരെ അതിന്റെ തല എടുത്ത് എങ്ങോട്ട് കയറ്റി വയ്ക്കും? സെർട്ടോളി സെൽസ്. So after spermiogenesis, the sperm heads becomes embedded. എന്താ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്? എന്താ വേർഡ് ഉപയോഗിച്ച്? embedded. embedded എന്ന് വെച്ചാൽ അടക്കം ചെയ്യുക എന്ന് പറയുന്നത്, കയറ്റി വയ്ക്കുക. ഈ സ്പേം അതിന്റെ ഹെഡിനെ എങ്ങോട്ട് കയറ്റി വയ്ക്കും? സെർട്ടോളി സെൽസ് ഫോർ ന്യൂട്രിയൻസ്, ഫോർ നരിഷ്മെന്റ്. അപ്പൊ ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുത്ത് അത് നല്ലതുപോലെ എനർജി കിട്ടിയതിന് ശേഷം അത് അതിന്റെ തല അവിടെ നൂരി, സെർട്ടോളി സെൽസ് നൂരി സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്ന് റിലീസ് ആവും. സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്ന് റിലീസ് ആവുക വെച്ചാൽ അടുത്ത ഏതാണ്? സെമിനിഫറസ് ട്യൂബ്യൂൾ കഴിഞ്ഞാൽ പഠിച്ചു റെറ്റെ ടെസ്റ്റിസ്, വാസ ഇഫറൻഷ്യ, എപ്പിഡിഡിമിസ്, വാസ് ഡിഫറൻസ്, ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യും. ഈ പ്രോസസ്, ഏത് പ്രോസസ്? സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്ന് സ്പേം റിലീസ് ആവുന്ന പ്രോസസ്സിന് നമ്മളൊരു പേര് വിളിക്കും. ദാറ്റ് ഈസ് കോൾഡ് സ്പെർമിയേഷൻ. ഇത് പേര് സ്പെർമിയ. ധാരാളം പരീക്ഷ ചോദിച്ചു ഡിഫറൻസ് ബിറ്റ്വീൻ സ്പെർമിയോജനസിസ് ആൻഡ് സ്പെർമിയേഷൻ. എന്താ സ്പെർമിയോജനസിസ് എന്ന് പറഞ്ഞത്? സ്പെർമാറ്റിഡ് സ്പേമായി മാറുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് സ്പെർമിയോജനസിസ്. എന്താണ് സ്പെർമിയേഷൻ? സ്പെർമിയോജനസിന് ശേഷം ഈ സ്പേംസ് അവരുടെ ഹെഡ്സ് എങ്ങോട്ട് എംബഡ് ചെയ്യും? എങ്ങോട്ട് കയറ്റി വയ്ക്കും? സെർട്ടോളി സെൽസിനോട്ട് കയറ്റി വയ്ക്കും. എന്തിനു വേണ്ടി? ന്യൂട്രിയൻസിന് വേണ്ടി. ന്യൂട്രിയൻസ് എല്ലാം എടുത്തതിന് ശേഷം ഈ സെർട്ടോളി സെൽസിന് സ്പേം
റിമൂവ് ആയി ഫ്രീ ആയിട്ട് പിന്നെ സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്ന് റിലീസ് ആവും, സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്ന് ഫ്രീ ആവും. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്പെർമിയേഷൻ. അപ്പൊ സ്പെർമിയേഷൻ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം: the release of sperms from the seminiferous tubule. Release of sperm, spermനെ റിലീസ് ചെയ്യുന്നു. എവിടെ നിന്ന് റിലീസ് ആവുന്നു? സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്ന്. ആൻഡ് the process is called spermiation. The process of release of sperm from the seminiferous tubule is called spermiation. And that's all about spermatogenesis. I will repeat: spermatogenesis, the process of formation of sperm that starts at puberty. At puberty, each diploid spermatogonial cells present on the inner wall of seminiferous tubule undergo repeated mitotic division to produce large number of spermatogonia. And some of the spermatogonia stops its mitotic division and enter into meiosis. And such spermatogonial cells, the spermatogonial cells which stops mitotic division, are called primary spermatocytes. And each primary spermatocyte undergo meiosis first to produce two equal haploid cells called secondary spermatocyte. And each secondary spermatocyte undergo meiosis second to produce two equal haploid cells called spermatids. So there are 4 spermatids are produced from each primary spermatocyte. At each, finally, the spermatids are transformed into, there is some conformational changes takes place in spermatids, and each spermatid is transformed into sperm, and this process is called spermiogenesis. So what is spermiogenesis? The process of transformation of spermatids into sperm. Spermatids sperm ആയി മാറുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് spermiogenesis. After spermiogenesis, the sperm heads becomes embedded in the Sertoli cells, and finally the sperms are released from the seminiferous tubule, and this process is called spermiation. I think all of you very clear about the topic spermatogenesis. Okay, so we just complete spermatogenesis. ഇനി ഞാൻ പറയാൻ പോകുന്ന അടുത്ത ടോപ്പിക്ക് ഈ സ്പെർമാറ്റോജെനസിന്റെ ഹോർമോണൽ റെഗുലേഷൻ, ഹോർമോണൽ മെക്കാനിസമാണ്. സ്പെർമറ്റോജെനസിസ് പ്യൂബർട്ടിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞു അല്ലേ? അതിനുള്ള കാരണങ്ങളേ ഉണ്ട്. പ്യൂബർട്ടിയിൽ സ്പെർമറ്റോജെനസിസ് ആരംഭിക്കാനുള്ള കാരണങ്ങളും സ്പെർമറ്റോജെനസിസുമായി ബന്ധപ്പെട്ട ഹോർമോണൽ മെക്കാനിസമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ഈ ഡയഗ്രാം നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരച്ചെടുക്കണം. ഈ ഡയഗ്രാം വെച്ച് വേണം പഠിക്കേണ്ടത്. ഈ ഡയഗ്രാം മാത്രം മതി ഫുള്ള് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി. സോ ഡയഗ്രാം വളരെ വ്യക്തമായി മനസ്സിലാക്കി വേണം പഠിക്കേണ്ടത്. ഓക്കെ, ഡൗട്ട് ഉള്ളത് നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കണം. വളരെ ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. So next, hormonal regulation of spermatogenesis. ഹോർമോണൽ റെഗുലേഷൻ ഓഫ് സ്പെർമാറ്റോജെനസിസ്. ഈ സ്പെർമാറ്റോജെനസിന് ഹോർമോൺസുമായിട്ടുള്ള മെക്കാനിസം. സ്പെർമാറ്റോജെനസിലെ ഹോർമോൺസിന്റെ ജോലി എന്താണ്? ഹോർമോൺസിന്റെ റെഗുലേറ്ററി മെക്കാനിസം എങ്ങനെയാണ്? സ്പെർമാറ്റോജെനസിസ് ഒരു ഹോർമോണൽ മെക്കാനിസം ആണെന്ന് കൂടി പറയാം. എങ്ങനെയാന്ന് നോക്കുക. നമ്മൾ പറഞ്ഞു സ്പെർമാറ്റോജെനസിസ് ആരംഭിക്കുന്നത് എപ്പോഴാണ്? സ്പെർമാറ്റോജെനസിസ് സ്റ്റാർട്ട്സ് അറ്റ് പ്യൂബർട്ടി. സ്പെർമാറ്റോജെനസിസ് ആരംഭിക്കുന്നത് എപ്പോഴാണ്? പ്യൂബർട്ടിയിലാണ്. ഒരു മെയിൽ ചൈൽഡ് 12 to 13 years ഓഫ് ഏജ് അറ്റൈൻ ചെയ്യുമ്പോഴാണ് സ്പെർമാറ്റോജെനസിസ് ആരംഭിക്കുന്നത്. എന്തുകൊണ്ട് ഈ പ്യൂബർട്ടിയിൽ സ്പെർമറ്റോജെനസിസ് ആരംഭിക്കുന്നത് ചോദിച്ചാൽ, ഒരു മെയിൽ ചൈൽഡ് പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്ന സമയത്ത്, പ്യൂബർട്ടി എത്തുന്ന സമയത്ത് ആ മെയിൽ ചൈൽഡിന്റെ ഹൈപ്പോതലാമസിൽ നിന്ന്, എവിടെ നിന്നാണ്? ഹൈപ്പോതലാമസിൽ നിന്ന് ഒരു ഹോർമോൺ വരും, ലാർജ് എമൗണ്ട്. അതിന് മുമ്പേ പ്യൂബർട്ടി എത്തുന്നതിന് മുമ്പും ഈ ഹൈപ്പോതലാമസ് ഞാൻ ഈ പറയാൻ പോകുന്ന ഹോർമോൺ ഉണ്ട്. പക്ഷെ അതിന്റെ എമൗണ്ട് വളരെയധികം കൂടുന്ന എപ്പോഴാണ്? പ്യൂബർട്ടി. അറ്റ് പ്യൂബർട്ടി ദർ ഈസ് ലാർജർ സെക്രീഷൻ, a larger amount of hormone called GnRH. എന്താ GnRH ന്റെ ഫുൾ ഫോം? കഴിഞ്ഞ വർഷം പഠിച്ചു ലാസ്റ്റ് ചാപ്റ്ററിൽ. ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ. ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ എവിടെ നിന്ന് വരും? ഹൈപ്പോതലാമസ്. ലാർജ് എമൗണ്ടിൽ വരും. There is increased secretion of gonadotropin releasing hormone from the hypothalamus during pituitary.
ലാർജ് എമൗണ്ടിൽ GnRH വരികയാണ്. ഈ GnRH വന്ന് പ്രവർത്തിക്കുന്നത് ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലാണ്. കഴിഞ്ഞ വർഷം പഠിച്ചല്ലോ, ട്രോപ്പിക് ഹോർമോൺസ് എല്ലാം വന്ന് പ്രവർത്തിക്കുന്നത് ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലാണ്. ഈ ചാർട്ട് മനസ്സിലാക്കി പഠിക്കണം. ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ ഈ ഗൊണാഡോട്രോപ്പിൻ റിലീസ് ഹോർമോൺ ആക്ട് ചെയ്യുമ്പോൾ ഈ ആന്റീരിയർ പിറ്റ്യൂട്ടറി 2 ഹോർമോൺസ് റിലീസ് ചെയ്യും. സോ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചു, ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് ഹോർമോൺസ് റിലീസ് ആവണമെങ്കിൽ ഹൈപ്പോതലാമസിന് ഹോർമോൺ വരണം. അതുകൊണ്ടാണ് അവർ വിളിക്കുന്ന പേര് ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ്, റിലീസ് ഹോർമോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗൊണാഡോട്രോപ്പിൻ റിലീസ് ഹോർമോൺ ലാർജ് എമൗണ്ടിൽ വന്ന് ആന്റീരിയർ പിറ്റ്യൂട്ടറി ഇടിക്കുമ്പോൾ ആന്റീരിയർ പിറ്റ്യൂട്ടറി ലാർജ് എമൗണ്ടിൽ 2 ഹോർമോൺ റിലീസ് ചെയ്യും. ഹോർമോൺസിന്റെ പേര് ഇതൊക്കെയാണ്, FSH-ഉം LH. FSH-ഉം LH. FSH-ന്റെ ഫുൾ ഫോം ഇങ്ങനെയാണ്, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഹോർമോണാണ് H. LH-ന്റെ ഫുൾ ഫോം ലൂട്ടിനൈസിംഗ് ഹോർമോൺ എന്നാണ്. FSH ഇങ്ങനെ അറിയപ്പെടുന്നത് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. LH അറിയപ്പെടുന്ന പേര് ഇങ്ങനെയാണ്, ലൂട്ടിനൈസിംഗ് ഹോർമോൺ. FSH ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, LH ലൂട്ടിനൈസിംഗ് ഹോർമോൺ. ലൂട്ടിനൈസിംഗ് ഹോർമോൺ. ലൂട്ടിനൈസിംഗ് ഹോർമോൺ. എന്താണ് ഇവരുടെ ജോലി? ഇവർ ചെയ്യുന്നത് FSH-ഉം LH-നും സ്പെർമാറ്റോജെനസിലുള്ള മെക്കാനിസം എന്താണെന്നാണ് പറയാൻ പോകുന്നത്. FSH-ന്റെ മെക്കാനിസം, FSH acts on sertolysis to secrete some factors necessary for spermiogenesis. Okay. എന്താ FSH എവിടെ ഇരിക്കുന്നത്? FSH acts on Sertoli cells. Sertoli cells ഒന്നിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, സെമിനിഫറസ് ട്യൂബിനകത്ത് സ്പെർമാറ്റോഗോണിയൽ സെൽസും സെർട്ടോളി സെൽസും. സോ FSH ഇരിക്കുന്നത് എവിടെയാണ്? സെർട്ടോളി സെൽസ്. എന്നിട്ട് FSH വന്ന് സെർട്ടോളി സെൽസിൽ ഇരിക്കുമ്പോൾ സെർട്ടോളി സെൽസ് ചെയ്യുന്ന എന്താണ്? ഈ FSH-ന്റെ സ്റ്റിമുലേഷൻ ഫലമായി എന്താണ് സെർട്ടോളി സെൽസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, സെർട്ടോളി സെൽസ് സെക്രീറ്റ് സം ഫാക്ടർ, ചില ഫാക്ടറുകൾ, ചില സബ്സ്റ്റൻസുകൾ റിലീസ് ചെയ്യും, ചില ഫാക്ടേഴ്സ് സെക്രീറ്റ് ചെയ്യും. എന്തിനാണ് ആ ഫാക്ടേഴ്സ്? ദാറ്റ് ഫാക്ടേഴ്സ് ആർ വെരി നെസസറി ഫോർ സ്പെർമിയോജനസിസ്. സ്പെർമിയോജനസിന് വേണ്ട ഫാക്ടേഴ്സ് ഉത്പാദിപ്പിച്ചു കൊടുക്കുന്ന ആരാണ്? സെർട്ടോളി സെൽസ്. എന്താ നമ്മൾ സ്പെർമിയോജനസിസ് പഠിച്ചേ? ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ് ഇൻടു സ്പേം അല്ലേ? ഒരു സ്പെർമാറ്റിഡ്, ഹാപ്ലോയിഡുള്ള സ്പെർമാറ്റിഡ് ഒരു തലയോടും വാലോടും കൂടിയ സ്പേം ആയി മാറുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരല്ലേ സ്പെർമിയോജനസിസ്. ഈ പ്രക്രിയയ്ക്ക് വേണ്ട സാധനങ്ങൾ, ചുമ്മാ ഒരു സ്പെർമാറ്റിഡ് സ്പേമായി മാറില്ലല്ലോ, അതിൽ ചില മാറ്റങ്ങൾ നടക്കണം. അപ്പൊ ആ മാറ്റങ്ങൾക്ക് വേണ്ട ഫാക്ടേഴ്സ്, ആ മാറ്റങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉത്പാദിപ്പിക്കുന്ന ആരാണ്? സെർട്ടോളി സെൽസ് ആണ്. അപ്പൊ ഈ സെർട്ടോളി സെൽസ് ഉത്പാദിപ്പിക്കുന്ന ഫാക്ടേഴ്സിന്റെ സഹായത്താലാണ് സ്പെർമാറ്റിഡ് എന്തായി മാറുന്നത്? സ്പേം. ഒരു സ്പെർമാറ്റിഡ് ഒരു സ്പേമായി മാറാൻ ആവശ്യമായ ഫാക്ടറുകൾ, സ്റ്റിമുലേറ്റിംഗ് ഫാക്ടറുകൾ സെക്രീറ്റ് ചെയ്യുന്ന ആരാണ്? സെർട്ടോളി സെൽസ് ആണ്. അതിനുവേണ്ടി സെർട്ടോളി സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? FSH. അപ്പൊ ഒരു സ്പെർമാറ്റിഡ് സ്പേമായി മാറുന്ന പ്രക്രിയയാണ് സ്പെർമിയോജനസിസ്. അപ്പോൾ സ്പെർമാറ്റോ എന്ന് എഴുതരുത്, സ്പെർമിയോ എന്ന് തന്നെ കറക്റ്റ് മെൻഷൻ ചെയ്യണം. So what is the function of FSH in males? ചോദിക്കും. മെയിൽസിൽ FSH-ന്റെ ഫംഗ്ഷൻ എന്താണ് പറയണം. FSH acts on Sertoli cells to secrete some factors necessary for spermiogenesis. സ്പെർമാറ്റിഡ് സ്പേമായി മാറാൻ ആവശ്യമായ ഫാക്ടറുകൾ ആരാ ഉത്പാദിപ്പിക്കുന്നത്? സെർട്ടോളി സെൽസിനെ കൊണ്ട് സെക്രീറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് FSH-ന്റെ ഫംഗ്ഷൻ. വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ FSH-ന്റെ ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ടായി കഴിഞ്ഞാൽ സ്പെർമാറ്റിഡിന് എന്തായി മാറാൻ പറ്റത്തില്ല? സ്പേമായി മാറാൻ പറ്റത്തില്ല. ആലെ പ്രോപ്പർ ആയിട്ടുള്ള ഫംഗ്ഷനിങ് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്തില്ല, അയാൾ എന്തായി പോകും? സ്റ്റെറൈലായി പോകും, റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി കാണത്തില്ല, ഇൻഫെർട്ടൈൽ ആയി പോകും. അപ്പോൾ ഒരു മെയിൽസിന്റെ ഫെർട്ടിലിറ്റിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ചെയ്യുന്ന ഒന്നാണ് FSH. FSH ഉണ്ടെങ്കിൽ മാത്രമേ നോർമൽ ഹെൽത്തി സ്പേംസ്, ഫംഗ്ഷണൽ സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. Okay, coming to LH, luteinizing hormone. The luteinizing hormone acts on Leydig cells. Leydig cells പഠിച്ച ഓർമ്മയുണ്ടല്ലോ.
രണ്ട് സെമിനിഫറസ് ട്യൂബിന് ഇടയിലുള്ള സ്പേസിനെ നമ്മൾ ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് എന്ന് പറഞ്ഞത്. അവിടെയുള്ള സെൽസ് നമ്മൾ വിളിച്ച പേരാണ് ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ഓർ ലെഡിക് സെൽ. ഇന്റർസ്റ്റീഷ്യൽ സെൽസ് അതെന്ന് വിളിക്കും ലെഡിക് സെൽസ്. അപ്പോൾ LH വന്നിരിക്കുന്നത് എവിടെയാണ്? ഈ ഇന്റർസ്റ്റീഷ്യൽ സ്പേസിലുള്ള ലെഡിക് സെൽസിലാണ്. ലെഡിക് സെൽസിന്റെ ഫംഗ്ഷൻ പഠിച്ചു. ഈ ലെഡിക് സെൽസിൽ വന്നിരിക്കുമ്പോൾ ലെഡിക് സെൽസ് എന്ത് സെക്രീറ്റ് ചെയ്യും? സെക്രീറ്റ് മെയിൽ സെക്സ് ഹോർമോൺസ് കോൾഡ് ആൻഡ്രോജൻസ്. ലെഡിക് സെൽസ് എന്താ ഉത്പാദിപ്പിക്കുന്നത്? മെയിൽ സെക്സ് ഹോർമോൺസ്. അതിന്റെ പേരെന്താ? ആൻഡ്രോജൻ. അതിനൊരു എക്സാമ്പിൾ ആണ് ടെസ്റ്റോസ്റ്റിറോൺ. അപ്പൊ ലെഡിക്സ് ഇന്റർസ്റ്റീഷ്യൽ സ്പേസിലിരിക്കുന്ന ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ആയ ലെഡിക് സെൽസിനെ കൊണ്ട് മെയിൽ സെക്സ് ഹോർമോൺസ് ആയ ആൻഡ്രോജൻസ് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുക, സെക്രീറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് LHന്റെ ഫംഗ്ഷൻ. സോ LH ആണ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആരെ? ലെഡിക് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. സോ LH ലൂട്ടിനൈസിംഗ് ഹോർമോൺ ആക്ട്സ് ഓൺ ലെഡിക് സെൽസ് to stimulate the secretion of male sex hormones called androgens. എന്താണ് ആൻഡ്രോജൻസിന് സ്പെർമറ്റോജനസിലുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? ആൻഡ്രോജൻസ് സ്റ്റിമുലേറ്റ് സ്പെർമാറ്റോജനസിസ്. സ്പെർമാറ്റോജനസിസ് സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നൊരു ഫംഗ്ഷനാണ് ആര് ചെയ്യുന്ന? മെയിൻലി ആൻഡ്രോജൻസ്. ആൻഡ്രോജൻസ് എന്ത് ചെയ്യുന്നു? സ്റ്റിമുലേറ്റ് സ്പെർമാറ്റോജനസിസ്. ഈ പ്രക്രിയ, ഈ സ്പെർമാറ്റോഗോണിയിൽ നിന്ന് സ്പെർം ഉണ്ടാവുന്ന പ്രക്രിയ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നൊരു ജോലി, എന്നൊരു ഫംഗ്ഷൻ ആര് ചെയ്യുന്നുണ്ട്? ആൻഡ്രോജൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ്രോജൻസ് സ്റ്റിമുലേറ്റ് സ്പെർമാറ്റോജനസിസ്. സോ വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്. ഒന്നുകൂടെ പറയാം. സ്പെർമാറ്റോജനസിലെ ഹോർമോൺ റെഗുലേഷനെ പറഞ്ഞത്. നമ്മൾ പറഞ്ഞു സ്പെർമാറ്റോജനസ് ആരംഭിക്കുന്ന എപ്പോഴാണ്? പ്യൂബർട്ടിയിലാണ്. കാരണം പ്യൂബർട്ടിയിൽ എത്തുമ്പോൾ ആ കുട്ടിയുടെ ഹൈപ്പോ തലാമസിൽ നിന്ന് ലാർജ് എമൗണ്ടിൽ ഒരു ഹോർമോൺ വരും. പേരെന്താ? ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ. ഇത് വന്ന് എവിടെ ഇരിക്കും? ആന്റീരിയർ പിറ്റ്യൂട്ടറിൽ ഇരിക്കും. ഉടനെ ആന്റീരിയർ പിറ്റ്യൂട്ടറി രണ്ട് ഹോർമോൺ റിലീസ് ചെയ്യും. പേര് FSH ഫോളിക്കിൾ സ്റ്റിമുലേറ്റീവ് ഹോർമോൺ, LH ലൂട്ടിനൈസിംഗ് ഹോർമോൺ. FSന്റെ ജോലി എവിടെ ഇരിക്കുക? ആക്സോൺ സെർട്ടോളി സെൽസ്. എന്തിനു വേണ്ടി? അപ്പോൾ FS ഒന്ന് സെർട്ടോളി സെൽസിൽ ഇരിക്കുമ്പോൾ സെർട്ടോളി സെൽസ് കുറച്ച് ഫാക്ടേഴ്സ് സെക്രീറ്റ് ചെയ്യും. ആ ഫാക്ടേഴ്സ് എന്തിന് സഹായിക്കുന്നു? സ്പെർമിയോജനസിസ്. സ്പെർമാറ്റിനെ സ്പേമായി മാറാൻ ആവശ്യമായി ഫാക്ടേഴ്സ് ഉത്പാദിപ്പിക്കുക എന്നുള്ളതാണ് സെർട്ടോളി സെൽസിന്റെ ഫംഗ്ഷൻ. അപ്പൊ നോർമൽ സ്പേംസ്, ഹെൽത്തി സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ജോലിയാണ് ആര് ചെയ്യുന്ന? സെർട്ടോളി സെൽസ് ചെയ്യുന്നത്. ആ സെർട്ടോളി സെൽസിനെ കൊണ്ട് ആ ഫാക്ടേഴ്സ് സെക്രീറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് FSHന്റെ ഫംഗ്ഷൻ. LHന്റെ ഫംഗ്ഷൻ എന്താ? LH എവിടെ ഇരിക്കുന്നത്? ആക്സോൺ ലെഡിക് സെൽസ്. ലെഡിക് സെൽസ് എവിടെ ഇരിക്കുന്നത്? ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ. ആ ഇന്റർസ്റ്റീഷ്യൽ സ്പേസിലുള്ള സെൽസിലായ ലെഡിക് സെൽസിനെ ആക്ട് ചെയ്യുന്ന ഹോർമോണാണ് LH. അപ്പോൾ ലെഡിക് സെൽസ് എന്ത് ചെയ്യും? ഈ ലെഡിക് സെൽസിൽ ഒന്ന് LH ഇരിക്കുമ്പോൾ ലെഡിക് സെൽസ് എന്ത് സെക്രീറ്റ് ചെയ്യും? ആൻഡ്രോജൻസ്, മെയിൽ സെക്സ് ഹോർമോൺസ് ആയ ആൻഡ്രോജൻസ്. ആൻഡ്രോജൻ എന്ത് ചെയ്യും? ദാറ്റ് സ്റ്റിമുലേറ്റ് ഈ സ്പെർമാറ്റോഗോണിയൽ സെൽസിനെ എന്ത് ചെയ്യും? സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രക്രിയയായ സ്പെർമാറ്റോജനസിന് വേണ്ടി സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആൻഡ്രോജൻസിന്റെ ഫംഗ്ഷൻ. ആൻഡ്രോജൻസ് സ്റ്റിമുലേറ്റ് സ്പെർമാറ്റോജനസിസ്. മനസ്സിലാക്കുക. ആൻഡ്രോജൻസിന് ഈ ഒരു ഫംഗ്ഷൻ മാത്രമല്ല, ധാരാളം ഫംഗ്ഷൻ ഉണ്ട്. മെയിൽ സെക്ഷൽ ബിഹേവിയർ റെഗുലേറ്റ് ചെയ്യുന്നത് ആൻഡ്രോജൻസ് ആണ്. നമ്മുടെ മെയിൽസിന്റെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ ഏതൊക്കെയാണ്? നമ്മുടെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ ബേർഡ് ഫോർമേഷൻ, മസ്റ്റാച്ച് മീശ, മസ്റ്റാച്ച് ഫോർമേഷൻ, ലോ പിച്ച് വോയിസ് കട്ടി കൂടിയ സൗണ്ട്, ഹൈ മസ്കുലൈൻ ഫീച്ചർ, നല്ല സ്ട്രോങ് മസിൽ, അഗ്രസീവ് ബിഹേവിയർ, ദേഷ്യം, പെണ്ണുങ്ങളെക്കാൾ മെയിൽസ് പെട്ടെന്ന് ദേഷ്യ സ്വഭാവക്കാരാണ്. ഇതൊക്കെയാണ് നമ്മുടെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ. ഈ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറൊക്കെ ഡെവലപ്പ് ചെയ്യാൻ കാരണം ആരാണ്? സെക്സ് ഹോർമോൺസ് ആണ്, ആൻഡ്രോജൻസ് ആണ്. അതുപോലെ നമ്മുടെ സെക്കൻഡറി സെക്സ് ഓർഗൻസിന്റെ ഡെവലപ്മെന്റ് നമ്മൾ പഠിച്ചു. മെയിൽസിന്റെ സെക്കൻഡറി സെക്സ് ഓർഗൻസ് ഏതൊക്കെയാ? ആക്സറി ഓർഗൻസ്, നമ്മുടെ എപ്പിഡിഡിമിസ്, വാസ് ഡെഫറൻസ് തുടങ്ങിയ ഡക്റ്റികൾ, ദെൻ ഗ്ലാൻസ്, സെമിനൽ വെസിക്കിൾ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, ബൾബോയൂരത്തിൽ ഗ്ലാൻഡ് പഠിച്ചില്ലേ? ഈ ഗ്ലാൻഡുകളും ഈ പറഞ്ഞ ഡക്റ്റികളെ എല്ലാത്തിനോട് ചേർത്ത് പറയുന്നവരാണ് മെയിൽസിന്റെ സെക്കൻഡറി സെക്സ് ഓർഗൻസ്. ഈ മെയിൽസിന്റെ സെക്കൻഡറി സെക്സ് ഓർഗന്റെ ഡെവലപ്മെന്റിനും നോർമൽ ഫംഗ്ഷനിങ്ങിനും ആര് സഹായിക്കുന്നുണ്ട്? ആൻഡ്രോജൻസ്. അപ്പൊ ആൻഡ്രോജൻസ് ഫംഗ്ഷൻ ഒന്നുകൂടെ നിങ്ങൾക്ക് വേണ്ടി പറയാം. ആൻഡ്രോജൻസിന്റെ ഒരു ഫംഗ്ഷൻ സ്റ്റിമുലേറ്റ് സ്പെർമാറ്റോജനസ്. സ്പെർമാറ്റോഗോണിയൽ സെൽസിനെ സ്പെർം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രക്രിയയ്ക്ക് വേണ്ടി സ്റ്റിമുലേറ്റ് ചെയ്യുക. സെക്കൻഡ്, മെയിൽസിന്റെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുക. ബേഡ് ഫോർമേഷൻ, മസ്റ്റാച്ച് ഫോർമേഷൻ, സ്ട്രോങ് മസ്കുലൈൻ ഫീച്ചർ, അഗ്രസീവ് ബിഹേവിയർ, കട്ടി കൂടിയ സൗണ്ട്. കട്ടി കൂടുന്ന വെച്ചാൽ ലോ പിച്ചാണ്. ലോ പിച്ച് എന്ന് വെച്ചാൽ കട്ടി കൂടുതൽ. ഫീമെയിൽസിന് ഹൈ പിച്ചാണ്. ഹൈ പിച്ച് എന്ന് വെച്ചാൽ കട്ടി കുറവ്, കട്ടി കൂടിയ സൗണ്ട് തുടങ്ങിയ മെയിൽസിന്റെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. അതോടൊപ്പം മെയിൽസിലെ സെക്കൻഡറി സെക്സ് ഓർഗൻ, ഗ്ലാൻസ്, ഡക്റ്റുകൾ തുടങ്ങിയ ഓർഗൻസിന്റെ ഡെവലപ്മെന്റിനും അവരുടെ നോർമൽ ഫംഗ്ഷനിങ്ങിനും ആര് സഹായിക്കുന്നുണ്ട്? ആൻഡ്രോജൻസ് സഹായിക്കുന്നുണ്ട്. That's all about the hormonal regulation of spermatogenesis. Okay.
തുടർന്ന് വരുന്ന കാര്യങ്ങൾ ഇനി നമുക്ക് കുറച്ചുകൂടെ മെയിൽ റിപ്രസെന്റ് ബന്ധമായിട്ട് പഠിക്കാനുണ്ട്. സ്പേമിന്റെ സ്ട്രക്ചറും ഒരു മെയിൽ ഫെർട്ടിലിറ്റിയുടെ കണ്ടീഷനൊക്കെ പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് പറഞ്ഞത് വളരെ ചാപ്റ്ററിലെ വളരെ ഇന്നുവരെ പഠിച്ചിരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് ആണ്. സ്പെർമറ്റോജെനിസിസും അതിന്റെ ഹോർമോണൽ റെഗുലേഷനും വ്യക്തമായി പഠിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗ്രൂപ്പിൽ ചോദിച്ച് അത് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.